അവനവനിൽ ഒരു കുട്ടിയുണ്ടാകണം, മുതിരുകിലും എത്ര. വിലക്കുകളെ പ്രതിരോധിക്കുകയോ അതിജീവിക്കുകയോ ചെയ്യുകയെന്നാൽ താരതമ്യേന എളുപ്പമാണ്. നിശ്ചയിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ സമയബന്ധിതമായി നിർവഹിക്കുകയും പ്രതിസന്ധികളെ അനൽപമായ ആത്മവിശ്വാസത്തോടെ ദൃഢനിശ്ചയം തരണം ചെയ്യുകയും ചെയ്താൽ മതിയാകും. എന്നാൽ നിഴൽ വിലക്കുകൾ അവ അപകടകാരികളാണ്. അവ പ്രതിപ്രവർത്തിക്കുക പ്രത്യേക നിലകളിലുമാണ്. ഇര പോലും അറിയാതെ മുന്നിലും പിന്നിലും ഇരുപുറങ്ങളിലുമെല്ലാം വൻമതിലുകൾ പടകൂട്ടി ഉയർന്നു വരും. നിന്ന നിൽപ്പിൽ ചവിട്ടി നിൽക്കും നിലം പോലും ഉൾവലിഞ്ഞേ പോകും. പകൽ വെളിച്ചത്തിലും കൺകളിൽ ഇരുട്ട് പാഞ്ഞു കയറും. കാഴ്ച അത് പതറും. ഉള്ള് അങ്കലാപ്പിൽ മുങ്ങും. അതീവ ബുദ്ധിശാലികളെന്ന് സ്വയം കരുതുന്നവരുടെ കുറുമുന്നണിയാണ് നിഴൽ വിലക്കുകളുടെ ഉപജ്ഞാതാക്കൾ. ഫിനാൻസ് മൂലധനവും അന്തസാരശൂന്യമായ ലാഭേച്ഛയുമാണ് അവരുടെ ആകെ നിക്ഷേപം. പ്രകാശം വിഴുങ്ങുന്ന നിഴലുകൾ അവ തികഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ്. പ്രകാശത്തിന്റെ അനിവാര്യമായ സഞ്ചാരത്തെ തടസ്സപ്പെടുത്താൻ താൽക്കാലികമായെങ്കിലും കഴിഞ്ഞേക്കാമെങ്കിലും വെറും നിഴലുകൾ കാലഹരണപ്പെടുക തന്നെ ചെയ്യും എന്നതാണ് സാമൂഹിക ജീവിതത്തിന്റെ ചരിത്രം. നിഴൽ വിലക്കുകൾ ലക്ഷണമൊത്ത ഒരു വലതുപക്ഷ പ്രതിഭാസമാണ്. കൂടുതൽ കൂടുതൽ ഇടതുപക്ഷമാകുക എന്നതാണ് പ്രകാശമാകാനുള്ള ഏക വഴി. അങ്ങനെയാണ് അമിതാധികാര പ്രവണതകളുടെ അശ്ലീലതകൾക്കുമേൽ ചൂടുള്ള വെളിച്ചം നൃത്തമാകുക. വലതുപക്ഷം ഒരു മാനസികാവസ്ഥ കൂടിയാണ്. നുണകളാലും വിലക്കുകളാലും നിർമ്മിക്കപ്പെട്ടത്, നിഴൽ വിലക്കുകളാൽ വ്യവസ്ഥ ചെയ്യപ്പെട്ടത്. നഗ്നത ചൂണ്ടിക്കാട്ടിയ ആ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെ അവനവരിൽ നിന്നും ഒരു നാളിലും വിച്ഛേദിക്കാതിരിക്കാം. അപ്പോൾ മാത്രം നിഴലുകളും വിലക്കുകളും മുട്ടുകുത്തിപ്പോകും. പ്രകാശം പിറക്കും, അത് പരക്കും.